വിശന്നിട്ട് വയ്യ. ഫ്രിഡ്ജിൽ എന്തേ ഉണ്ടോ നോക്കട്ടെ. അയ്യോ, ഫ്രിഡ്ജ് കാലിയാണല്ലോ. ആൻഡ് ദാറ്റ് ഇസ് വൈ യു ഷുഡ് മീൽ പ്രപ്പ്. ഞാനിവിടെ ദാൽ ആൻഡ് റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ റൈസ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറി ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ആ പച്ചക്കറി റൈസ് കഴിക്കുന്നതിൻ്റെ കൂടെ തിന്നു. നെക്സ്റ്റ് നമുക്ക് വെജീസ് പ്രിപ്പയർ ചെയ്യാം. വാ, ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രോസൺ വെജീസാണ്. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് കുറേ ടൈം സേവിങ് ആണ്. ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രോസൺ വെജീസ് മേടിക്കുമ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സോൾട്ടോ വേറെ പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് ഇറ്റ് ഷുഡ് ജസ്റ്റ് ബി വെജിറ്റബിൾസ്. അതാകുമ്പോഴത്തേക്കും നമുക്കൊരു സിമ്പിൾ ക്യാരറ്റ് ആൻഡ് കുക്കുംബർ സാലഡ് ഉണ്ടാക്കാം. ഇനി നമുക്ക് പ്രോട്ടീൻ പ്രിപ്പയർ ചെയ്യാം. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ചിക്കൻ ബ്രെസ്റ്റ്, കുറച്ച് ഫിഷ് ഉണ്ട്, ചിക്കൻ തൈസ് ഉണ്ട്, പിന്നെ ബോണുള്ള ചിക്കൻ. ചിക്കൻ ബ്രെസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പം കുറച്ച് ഗ്രെയിൻസ് ഉള്ള ലൈൻസ് ഉണ്ടാവും, അതിൻ്റെ അഗെയിൻസ്റ്റ് കട്ട് ചെയ്യുക. അപ്പം കുക്ക് ചെയ്യുമ്പം മീറ്റ് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. ഇവിടെ കുക്കാവട്ടെ. നമ്മൾ പരിപ്പായെന്ന് തോന്നുന്നു. നമുക്കത് വേറൊരു കണ്ടെയ്നറിൽ ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. നമ്മൾ ചോറുമായിട്ടുണ്ട്. നമുക്ക് ചോറും ഒരു ഗ്ലാസ് കണ്ടെയ്നർ, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ട്രാൻസ്ഫർ ചെയ്യാം. ചിക്കനും ആയിക്കഴിഞ്ഞ് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. കുക്കർ ഉണ്ടാക്കിയ സെയിം പാത്രത്തിൽ ഞാനൊരു സിമ്പിൾ കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്ന. ചിക്കൻ തൈസ് ഞാൻ ബ്രൈൻ ചെയ്ത് വെക്കാൻ പോകുന്ന. സോ ബേസിക്കലി നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പം ചിക്കൻ അഥവാ ഫ്രീസറിലാണെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്യണം, അതിൻ്റെ എല്ലാം പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് വാട്ടർ ആൻഡ് സോൾട്ടിൻ്റെ അകത്ത് ചിക്കൻ ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. ഇതൊരു 4 ഡേയ്സിന് വേണ്ടിയിട്ട് ഇത് സ്റ്റേ ഗുഡ്. ഇത് ഞാൻ ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്ന. ജസ്റ്റ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറേ സോൾട്ട് ഇട്ടുകൊണ്ട് സോൾട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്യാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മൾ കുക്കർ ചിക്കൻ കറിയും റെഡിയായി, നമ്മൾ എയർ ഫ്രൈഡ് ഫിഷും റെഡിയായി. നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ മീൽ പ്രപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 4-5 ദിവസത്തേക്ക് അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇത്
മീൽ പ്രെപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓൺലി ആഫ്റ്റർ ഇറ്റ് കൂൾസ് ഡൗൺ ഷുഡ് യു കീപ്പ് ഇറ്റ് ഇൻ ദ റെഫ്രിജറേറ്റർ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടെയ്നർ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം. പിന്നെന്താ പിന്നെ ഫുഡ് റീഹീറ്റ് ചെയ്യുമ്പം നമ്മൾ വെറ്റ് സ്പൂൺ ഇട്ടിട്ട് കണ്ടെയ്നറിൻ്റെ അകത്ത് ഇടാൻ പാടില്ല. പിന്നെ മൈക്രോവേവ് ചെയ്യാം നോർമലായിട്ട്. പിന്നെ ഒരു പ്രാവശ്യം ചൂടാക്കിയ ഫുഡ് തിരിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ശരി, നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്യാം, മീൽ പ്രെപ്പ് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ആണ് നമ്മൾ വീട്ടിൽ എങ്ങനെ വർക്കൗട്ടിന് വേണ്ടിയിട്ടൊരു ചെറിയ സെറ്റപ്പ് എങ്ങനെ ചെയ്യാം, എന്തെല്ലാം എക്വിപ്മെൻറ്റ്സാണ് നമ്മൾ വീട്ടിൽ മേടിക്കേണ്ടതാണ് അടുത്ത വീഡിയോ. അപ്പോൾ ശരി, ബൈ.